ഗുഡ് മോർണിംഗ് ചേട്ടായി. ചേട്ടായി, സമയം എത്രയായി നോക്കിയേ? രഘു ഈസ് ഓൺ ടൈം, ഷാർപ്പാണ്. ഇനി മുതൽ എല്ലാ ദിവസവും രഘു ഇങ്ങനെയായിരിക്കും ഓഫീസിൽ വരുന്നത്, പഞ്ചുലായിട്ട്. ചേട്ടായി നോക്കിയോ, ഇനി ഇന്നു മുതൽ ഈ ഓഫീസിലുള്ള എല്ലാവരും എന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എല്ലാവരും എന്നെ റോൾ മോഡലും ആക്കും. ഷാർപ്പ് എന്ന് പറഞ്ഞ പക്ക ഷാർപ്പായിരിക്കും ഇനി ഈ രഘുചന്ദ്രവർമ്മൻ. ബൈ ദ വേ, എത്നിക് ഡേക്കുള്ള പ്ലാൻ എന്താണെന്ന് ചേട്ടായി പറഞ്ഞില്ലല്ലോ. ഐ മീൻ, രാജനന്ദിനി ഡിവിഷൻ ആ ഫംഗ്ഷൻ മാനേജ് ചെയ്യോ അതോ ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റിനെ വിളിച്ചിട്ട് നമ്മൾ? അതൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നോയിക്കൊള്ളും. നീ അതൊന്നും തലയിലെടുത്ത് വെക്കണ്ട. യു ഡു യുവർ ഓൺ വർക്ക്. ഓക്കെ? ഏയ് കമോൺ ചേട്ടായി, എന്താ ഇങ്ങനെ ഒരു രസം ഇല്ലാതിരിക്കുന്നേ? ചേട്ടായിക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഇല്ല ഇല്ല രഘു, നോ. അവരവർ അവരവരുടെ ജോലി ചെയ്യണം, ദാറ്റ്സ് ഓൾ. അല്ലാതെ നീ എല്ലാം കൂടെ ഏറ്റുപിടിക്കണ്ട. ഇപ്പൊ പോയി സ്വന്തം ജോലി ചെയ്യാൻ നോക്ക്. നോ ചേട്ടായി, സംതിങ് ഈസ് നോട്ട് ഓൾ റൈറ്റ് വിത്ത് യു. ചേട്ടായി എന്തോ വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്നു എന്ന് മുഖം കണ്ടാൽ അറിയാം. ഞാൻ ഏതെങ്കിലും മ്യൂസിക് ഇടട്ടെ ഫോണിൽ? എന്റെ ചേട്ടായി ഇങ്ങനെ മൂടിയായിട്ട് ഇരിക്കാൻ പാടില്ല. യു ഹാവ് ടു ബി ഓൾവേസ് ചാർജ്ഡ് ചേട്ടായി. വെയിറ്റ്. മ്യൂസിക് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. വേറൊരു ഐഡിയ ഉണ്ട്. എത്നിക് ഡേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റുമായി ഡിസ്കസ് ചെയ്യാം. സോ ഐ കാൺ കോൾ ശ്രീലക്ഷ്മി. ഒരു മിനിറ്റ്. നോ, ഡോണ്ട് കോൾ ഹർ. ആ, മിണ്ടാതിരിക്കേട്ടായി. എത്നിക് ഡേയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ സ്റ്റോറിയും ചേട്ടായി കേൾക്കണം. എന്റെ ചേട്ടായി, അവളുടെ ഒരു കഥ കേട്ടാ മതി, ആ നിമിഷം നമ്മുടെ മൂഡ് ചേഞ്ച് ആവും. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാ. ജസ്റ്റ് വെയിറ്റ്. യാ, രഘു ഹിയർ. കണക്ട് മീ ടു ശ്രീലക്ഷ്മി പ്ലീസ്. വാട്ട്? എത്തിയില്ലേ ഇതുവരെ? ഓക്കെ, ശരി. ചേട്ടായി, അവൾ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല ഇതുവരെ. ശരി, ആവശ്യം വിട്ടേക്ക്. കഴിഞ്ഞില്ലേ? നോ. ഏതായാലും ഞാൻ അവളുടെ മൊബൈൽ ഒന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോ നടയിലെത്തിയിട്ടുണ്ടാവും. എന്തിന്? ഓഫീസ് വരാത്തവരെ പറ്റി നമ്മൾ എന്തിനാ ചിന്തിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നത്? അവരവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അവരവർ തന്നെ ജോലി ചെയ്തോളും. നീ നിന്റെ പാട് നോക്കാൻ നോക്കിയേ. ഏയ്, അങ്ങനെയല്ല ചേട്ടായി. അവിടെ നന്നായിട്ട് കഥ പറയും. ചേട്ടായി അത് കേൾക്കണം. ഉഗ്രം കഥകളാ അതൊക്കെ. അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ തന്നെ വന്ന് കഥ പറയണമെന്നില്ലല്ലോ. ഫോണിൽ കൂടെ വേണമെങ്കിലും കഥ പറയാം. വെയിറ്റ്. രഘു സാർ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ലേറ്റ് ആയതുകൊണ്ട് വിളിക്കുന്നതാവും. നീ പെട്ടെന്ന് ഫോൺ എടുത്ത് കാര്യം അന്വേഷിക്കുക. ഹലോ രഘു സാർ, ഗുഡ് മോർണിംഗ്. ഹലോ സ്റ്റോറി ടെല്ലർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞാൻ ഈ ഫോൺ വിളിച്ചത് ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ആക്ച്വലി ഞാൻ വിളിച്ചത് ഒരു പേഴ്സണൽ കാര്യത്തിനാ. ചേട്ടാ, ഇതേ ഇവിടെ അപ്സെറ്റ് ആയിരിക്കുക.
ഗുഡ് മോർണിംഗ് സർ. സുഖമില്ലെങ്കിൽ പിന്നെ താനത്തിന് ഓഫീസിലേക്ക് വന്നത്? വേഗം ഇറങ്ങ്, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ വണ്ടി ഇറക്കം വിളിച്ചു പറയാം. സോറി സർ, ഞാൻ സാറിനോട് കള്ളം പറഞ്ഞതാ. എന്താ പറഞ്ഞ? അത് ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതല്ല. ഫോണില് സംസാരിച്ചപ്പോ സാർ പെട്ടെന്ന് ദേഷ്യപ്പെട്ടില്ലേ, അപ്പോഴത്തെ ഒരു സിറ്റുവേഷനില്. സത്യം പറഞ്ഞ എനിക്ക് പനിയൊന്നുമില്ല സർ, ഞാൻ വെറുതെ പറഞ്ഞതാ. താനെന്താണോ കാണിക്കുന്നത്? എന്നെ കളിയാക്കാണോ താൻ? ഞാനിപ്പോ പരിചയമുള്ള ഒരു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചേ ഉള്ളൂ. രാജാറാമിനോട് സിറ്റി ഹോസ്പിറ്റലിൽ റൂം ബുക്ക് ചെയ്യാൻ വരെ പറഞ്ഞു. കള്ളം പറയാനും പറ്റിക്കാനും തനിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഞാനെന്താ തന്റെ കളിക്കുട്ടിയാണെന്ന് വിചാരിച്ച് ആണോന്ന്? എന്തിനാ നിന്ന് കരയുന്നത്? ഇവിടെ ഒന്ന് കൈവച്ച് നോക്കണം, അപ്പൊ അറിയാം എത്ര വേഗത്തിലായി നെഞ്ചു മിടിക്കുന്നതെന്ന്. ഇപ്പൊ ഒന്ന് ഇന്ന് കരയുന്നു. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു, അത് കേൾക്കുന്നവർ അതിനെ എങ്ങനെ ഏറ്റെടുക്കുമെന്ന്. സോറി സർ, ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ അങ്ങനൊന്നും. നിർത്ത് തന്റെ ഈ സോറി. സോറി മണ്ണാങ്കട്ട. തന്റെ രീതി ഇതാണെങ്കിൽ ഇനി എന്നോട് സംസാരിക്കാൻ വരരുത് താൻ. ഇപ്പൊ ഇറങ്ങിപ്പോവാൻ തനിക്ക് ഈ മുറിയുന്ന ഈ നിമിഷം. ആഹാ ശ്രീലക്ഷ്മി, അപ്പൊ താൻ തിരിച്ചു വന്നു അല്ലേ? സുഖമില്ലെന്ന് പറഞ്ഞല്ലോ, ആർ യു ഓക്കെ നൗ? യെസ് സർ, ഐ ആം ഫൈൻ. ആഹാ, രണ്ടാളും കരയുന്ന മൂഡിലാണല്ലോ. മനസ്സിലായി മനസ്സിലായി. ഇവിടെ എന്താ നടന്നേന്ന് ഞാൻ പറയട്ടെ. വാവ്, ദാറ്റ്സ് വണ്ടർഫുൾ ശ്രീലക്ഷ്മി. ഐ റിയലി ലൈക്ക് ദ വേ യു തിങ്ക്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് കോസ്റ്റ്യൂമിലായിരിക്കും അല്ലേ? യെസ് സർ. ആ, എത്നിക് ഡേക്ക് ആ ദിവസത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന വിധത്തിൽ നാം നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വൈവിധ്യത്തിനും ഇണങ്ങുന്ന വിധമുള്ള ഡ്രസ്സുകൾ ധരിച്ചു വേണം ഓഫീസിൽ എല്ലാവരും വരാൻ. ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നമ്മുടെ പ്രത്യേകത ആ എല്ലാ ഡ്രസ്സും രാജനന്ദിനി ഫാബ്രിക്സ് കൊണ്ടുണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാ. അത് നമ്മുടെ സെയിൽസിനെ ഈസിയായി പ്രൊമോട്ട് ചെയ്യും. രാജനന്ദിനിക്ക് സാരികൾ മാത്രമല്ലെന്നും
എല്ലാത്തരം ഡ്രസ്സും ഉണ്ടാക്കാനുള്ള തുണിത്തരങ്ങൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്നും കൂടുതൽ കൂടുതൽ ജനങ്ങൾ അറിയാനും ഈ ഷോ കൊണ്ട് ഉപകരിക്കും. ദാറ്റ്സ് മാർവലസ്. ഈ ഐഡിയ ചേട്ടായിക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, എന്താണ് രണ്ടാളും കൂടി ഒരു സീരിയസ് ഡിസ്കഷൻ? രഘു സാർ നല്ല പ്ലസന്റ് ആണല്ലോ. യാ സന്ദ്ര, ഷുവർ. ഐ എം വെരി വെരി ഹാപ്പി നൗ. You know what? Srilakshmi has given us a very good idea. ഇത് ചേട്ടായോട് വേണം നമുക്ക് പ്രസന്റ് ചെയ്യാൻ. സോറി സാർ, ഇനിയിപ്പോ ഒരു ഐഡിയയും രവി സാറിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. സാർ ഓൾറെഡി പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ സാർ ഇവിടുത്തെ സെലിബ്രേഷൻ ഉണ്ടാവില്ലെന്നാ രാജാറാം സാറിനോട് പറഞ്ഞിട്ട് പോയത്. ആണോ? എന്നാ സാരമില്ല. ഇത് എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ. ഇത്തവണയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ചേട്ടായി ഒബ്ജക്ഷൻ ഒന്നും പറയില്ല. ഞാനൊന്ന് ഫോണിൽ സംസാരിച്ചോട്ടെ ചേട്ടായോട്. മാഡം, ഒരു നിമിഷം. രവിവർമ്മൻ സാർ എവിടേക്കാ പോകുന്ന അറിയാമോ മാഡത്തിന്? കൃത്യമായിട്ടറിയില്ല. സാർ അങ്ങനെ ഓഫ് മൂഡ് ആവുമ്പോ പോകാറുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഗസ്റ്റ് ഹൌസാ. ആണോ? ആയുഷോ? കള്ളം പറഞ്ഞു പറ്റിക്കരുത്. ഞാനിതിന് കള്ളം പറയണം ശ്രീലക്ഷ്മി. അതുമല്ല, രവിവർമ്മൻ സാറിന് കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമല്ല. സാർ ഉടൻ തന്നെ ഒഴിവാക്കും അങ്ങനെയുള്ളവരെ. താനും അതെപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതാ. നൈസ് ഡേ ശ്രീലക്ഷ്മി. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞതിനായിരിക്കോ സാർ ദേഷ്യപ്പെട്ടു പോയത്? ഈശ്വര, ഇനിയിപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഗുഡ് ഈവനിങ് സർ. താങ്കളുടെ ഈ സമയത്ത്? സോറി സർ, സാർ എന്നോട് ഒന്നും പറയാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് രാജാറാം സാറിനോട് അന്വേഷിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? സാറിന് സുഖമില്ലാത്തോണ്ട് ഗസ്റ്റ് ഹൌസിലേക്ക് പോയതെന്ന്. ഓ മൈ ഗോഡ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല സാൻഡ്ര. കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നതെന്ന് രാജാറാമിനോട് പറഞ്ഞോളൂ. അയാൾ വെറുതെ കഥയുണ്ടാക്കി. എന്നാലും സാർ ഗസ്റ്റ് ഹൌസിൽ വന്നിരിക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തീർച്ചയാ. എന്താണെങ്കിലും പറയൂ സാർ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? അസുഖമില്ലാത്തവന് ചികിത്സിക്കാൻ ഡോക്ടർ വരുമോ? ദിസ് ഇസ് മിയർ സ്റ്റുപ്പിഡിറ്റി, നത്തിങ് എൽസ്. എവിടെ? ഞാനൊന്ന് വിളിക്കട്ടവനെ. മായച്ചി, ശരി, പോയിട്ട് വാ. ഗുഡ് ലക്ക്. താങ്ക് യു. കൃഷ്ണ, രഘുസാറ് ഫോൺ വിളിക്കുന്നടി. ഹലോ സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. അതെ, ഇന്നത്തെ സെലിബ്രേഷൻ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റാണ് നടത്തേണ്ടത്. സോ യു ഷുഡ് ബി മോർ ആക്റ്റീവ്.
നമ്മുടെ ഈ സെലിബ്രേഷൻ പത്രത്തിൽ ന്യൂസായി വരുമ്പോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അവർ സെയിൽസ് പ്രൊമോഷൻ. യെസ് സർ, അറിയാം. സാന്ദ്രയോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് താൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യണം. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാ, ചേട്ടാ ഇന്ന് ഓഫീസിൽ വരില്ല. സുഖമില്ല ചേട്ടായിക്ക്, അതാണ് പ്രശ്നം. അയ്യോ, എന്തു പറ്റി സാറിന്? എന്താ അസുഖം? ഏയ്, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. ആ, ഞാൻ തന്നെ വിളിക്കാൻ കാരണം ചേട്ടായി ഇപ്പോ ഗസ്റ്റ് ഹൌസിൽ റെസ്റ്റ് എടുക്കുകയാണ്. അതുകൊണ്ട് ഇനി ഫോർമലായി ചേട്ടായിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാനാ. ആ, ഞാൻ ഓൾറെഡി എല്ലാം ചേട്ടായിയോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് ഓഫീസിലെത്തി കാര്യങ്ങൾ തുടങ്ങിക്കോളൂ. ഞാൻ ഫോൺ വെക്കാം. ആ, എന്താടി, എന്തു പറ്റി? നിന്റെ മുഖം അല്ലാതായല്ലോ. എടിയത് രവി സാറിന് പനിയാണെന്ന്. ആഹാ, നിനക്ക് വന്നതുപോലത്തെ കള്ളപ്പനിയാണോ അതോ ഒറിജിനൽ പനിയാണോ വന്നത്? തമാശ പറയല്ലേ കൃഷ്ണ. എല്ലാം എന്നെ കാരണാടി സംഭവിക്കുന്നത്. ഞാൻ സാറിന് ടെൻഷൻ അടിപ്പിച്ചതുകൊണ്ടാ സാറിന് പനി വന്നത്. ഞാൻ കള്ളം പറയണ്ടായിരുന്നു. ശ്ശോ, ആദ്യം നീ ഈ നിലവിളിയൊന്നും നിർത്ത്. സാറിപ്പോ എവിടെയുള്ളത്? ഗസ്റ്റ് ഹൌസില്. ഭാഗ്യം, വീട്ടിലല്ലല്ലോ. എന്നാ പിന്നെ നീ ആദ്യം സാറിനെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കണം. അപ്പൊ തീരില്ലേ ഈ വിഷമവും ടെൻഷനും? ഞാനോ? പിന്നെ ഞാനാണോ പോവാൻ? നിങ്ങൾ രണ്ടാളും എപ്പോ സംസാരിച്ച് തുടങ്ങുമ്പോഴും തടസ്സങ്ങൾ വരാറാ പതിവ്. ഇന്നെങ്കിലും പോയി നേരെ ചൊവ്വേ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ഈ പനി കൂടി ആകെ കുഴപ്പമായിന്നിരിക്കും. പക്ഷെ ഞാൻ എങ്ങനെ പോകൂടി? അത് ഒറ്റയ്ക്ക് ഗസ്റ്റ് ഹൌസില്. ഓ, അതിനാണോ ബുദ്ധിമുട്ട്? നമ്മുടെ പൈലറ്റ് ഇല്ലേ ഇവിടെ, മിസ്റ്റർ ദീപു ത്രിവിക്രമൻ, അവനോട് പറഞ്ഞാ മതി. അവന്റെ ആ ഗ്രൗണ്ടിൽ കളിച്ചോണ്ട് നിൽപ്പുണ്ട്. നീ വാ, ഞാൻ ആദ്യം പോയി അവനെ വിളിച്ചിട്ട് വരാം. Srilakshmi, what are you doing here? മാഡം ചോദിക്കും. ഈ രവിവർമ്മൻ സാർ എന്തിനാ റെസ്റ്റ്, ഏകാന്തത എന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്നത്? എന്താ സാറിന്റെ ഇന്റൻഷൻ? സത്യം പറയട്ടെ മാഡം, എനിക്കറിയില്ല. എന്തോ ഒരു പ്രധാന തീരുമാനം എടുക്കാനുണ്ടെന്ന് മാത്രം പറഞ്ഞു. തീരുമാനം എന്താണെന്ന് ദൈവത്തിനെ അറിയും. ഓ, ഇനി എന്ത് പ്രധാനപ്പെട്ട തീരുമാനം? ശ്രീലക്ഷ്മിക്ക് വേണ്ടി രാജനന്ദിനെ പ്രത്യേക ഡിവിഷനാക്കി തിരിച്ച് അതിന്റെ ഹെഡാക്കിയില്ലേ? ഇനി അതിലും തൃപ്തിയാവാതെയാണെങ്കിൽ അവളെ പിടിച്ച് വർമ്മൻ ഗ്രൂപ്പിന്റെ പുതിയ MD ആക്കാനായിരിക്കും മിസ്റ്റർ രവിചന്ദ്രവർമ്മന്റെ ഉദ്ദേശം. മാഡം പറഞ്ഞത് പരിഹാസമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ശ്രീലക്ഷ്മി മാഡത്തിന് കമ്പനിയുടെ MDയെക്കാളും വലിയ സ്ഥാനം കൊടുക്കുമെന്ന് ഇപ്പൊ എന്റെ സംശയം. MDയേക്കാൾ വലിയ സ്ഥാനോ? What do you mean?
അതെ മാഡം, രവിവർമ്മൻ സാറ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. അവളുടെ വീട്ടിലോ? എന്തിന്? എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ മാരേജ് പ്രപ്പോസലിനാണെങ്കിലോ. വാട്ട്? നോ, നെവർ. മാഡം റിലാക്സ് പ്ലീസ്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോ ശരിയാവണമെന്നില്ല. അപ്പൊ ഈ ഗസ്റ്റ് ഹൌസിലെ ഏകാന്തവാസം അതിനുള്ള മുന്നൊരുക്കമായിരുന്നു. അറിയില്ല മാഡം, അറിയാവുന്നത് ദൈവത്തിന് മാത്രം. ഏതായാലും ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. നേരം വൈകി, അപ്പൊ ഞാൻ ഇറങ്ങിയ. ആഹാ, വന്നല്ലോ വിളി. ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ത്രിവിക്രമൻ. ഞാനൊരു സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു ഓർമ്മയുണ്ട്. പക്ഷെ എന്ത് സഹായം വേണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നില്ല അന്ന്. മാഡം പറയൂ, ഈ ത്രിവിക്രമൻ എന്ത് സഹായം മാഡത്തിന് ചെയ്തു തരേണ്ടേ? കോളനിയിലെ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നടക്കുന്ന ചില വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല. മാഡം കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അത് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. തൽക്കാലം അവിടെ ആര് വരുന്നു പോകുന്നു മുതലായവയുടെ ഒരു നിരീക്ഷണം വേണം. ആൻഡ് ബി ഇൻ ടച്ച്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞോളാം. തീർച്ചയായും ടച്ചിലുണ്ടാവും മാഡം. മാഡം എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഈ ത്രിവിക്രമൻ ഇത്തരം സേവനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക്സ്. അയ്യോ, വെറും താങ്ക്സ് മാത്രം പോരാ മാഡം. ഈ ത്രിവിക്രമന്റെ ഇത്തരം റിസ്ക് ഉള്ള സേവനത്തിന് എന്തെങ്കിലും തിരിച്ചുള്ള ഗുണവും വേണം. അത് നിർബന്ധമാണ്. ഒരു പാലം ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഷോ, ഉറപ്പായും ഗുണങ്ങൾ ഉണ്ടാവും, വിശ്വസിക്കാം. അത് മതി. ഈ ത്രിവിക്രമന്റെ സേവനം മാഡത്തിന് 24 hours ഉണ്ടാവും. മാഡം വിളിച്ചാ മതി. എന്നാ വയ്ക്കട്ടെ. ഓക്കെ, ബൈ. ഏവളുടെ ഈ വെപ്രാളം കണ്ടിട്ട് ഇതൊരു ത്രികോണ മത്സരമാണോ എന്നൊരു സംശയം. ത്രിവിക്രമ, നോക്കിയും കണ്ടുമൊക്കെ നിന്ന കാര്യങ്ങളൊക്കെ നീ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും. ഇതൊരു പൊളിച്ചെടുക്കൽ പണിയാണ്. അത് നിന്നെ ആരും പഠിപ്പിക്കണ്ടല്ലോ. ഓൾ ദ ബെസ്റ്റ്. എന്റെ എത്ര വലിയ സ്വപ്നമാ എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരാള് തട്ടിയെടുക്കുന്നത്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. സാൻഡ്ര, ഡു സംതിങ്. പ്രേമത്തിലും യുദ്ധത്തിലും എന്തുമാകാം, എന്തും. വേണ്ട സർ, പ്ലീസ് ഇനി എന്നോടൊന്നും ചോദിക്കരുത്. പറഞ്ഞ കരഞ്ഞു പോവും ഞാൻ. അത്രേ ഉള്ളൂ. അതിനാണ് താൻ ഈ ഭയക്കുന്നത്. ഓക്കെ, എന്നെ പറ്റി ആളുകൾ പറയുന്നത് പലതും താൻ ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു രാക്ഷസനാണ്. രാക്ഷസൻ. സർ, അങ്ങനൊന്നും കാണിക്കരുത് പ്ലീസ്. ഇതൊക്കെ ഒരു തമാശല്ലോ.
You see, സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാവും. അത് തടയാൻ നമുക്ക് കഴിയില്ല. ഈ സമൂഹവും ചില മനുഷ്യരും അങ്ങനെ. എന്നാലും നല്ലവരെ പറ്റി ഇങ്ങനൊക്കെ പറയാന്ന് വെച്ചാ അത് ഒരുതരം രോഗമാണ് ശ്രീലക്ഷ്മി. പിന്നൊരു കാര്യം, ഒരാളെ വ്യത്യസ്തമായ ആംഗിളിലൂടെ നോക്കുന്നവരെ നമുക്ക് മൂക്കയറിടാനും പറ്റില്ല. കാരണം നമ്മളെ ആളുകൾ കാണുന്നത് ഓരോരോ തരത്തിലാണ്. എന്തായാലും തന്റെ സമാധാനത്തിനു വേണ്ടി നമുക്ക് വീണ്ടും ഒരു ദിവസം ഈ പരിസരം വരെ ഒന്ന് വരാം. അപ്പൊ അയാൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളോട് സംസാരിക്കാം. അയാൾക്ക് എന്താ പറയാനുള്ളതും കൂടെ കേൾക്കണമല്ലോ. തൽക്കാലം താൻ ഈ കാര്യം മറന്നളഞ്ഞു. പിന്നെ തനിക്ക് ഇനി മുതൽ ഓഫീസിൽ ജോലിഭാരം കൂടുതലാ. അതിനെപ്പറ്റി വേണം താൻ ഇനി ചിന്തിക്കാൻ. ഞാനാണോ ബിസി അതോ താനാണോ ബിസി എന്നുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും ഇനി ഓഫീസിൽ. അയ്യോ സർ, കോമ്പറ്റീഷനോ? അതും രവിവർമ്മൻ സാറിനോട്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സർ. യു വിൽ ബി ഓൾവേസ് ദ വിന്നർ. ബാക്കിയുള്ളവരെല്ലാം തോറ്റു തുന്നമ്പാടുന്ന ഉറപ്പാ. അതിന് താനൊരു സാധാരണ പെൺകുട്ടിയല്ലല്ലോ. താനത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതല്ലേ. പിന്നെന്തിനാ ഒരു കൺഫ്യൂഷൻ? യു ആർ സമ്മൺ സ്പെഷ്യൽ. നമുക്ക് നോക്കാം ആര് ജയിക്കും ആര് തോക്കും. തൽക്കാലം വാ, ഞാൻ കൊണ്ടാക്കാൻ തന്നെ. കിട്ടുന്നത് കാർ. കമാ. പോം. സർ, കർച്ചീഫ്. അത് താൻ തന്നെ വെച്ചോ, ആവശ്യം വരും. താങ്ക് യു സർ. താങ്ക്സ്. ഓക്കെ. ബൈ സർ. See you. സാർ ആദ്യം പോയിക്കോളൂ, ഞാൻ പിന്നെ പോവാം. നോ ശ്രീലക്ഷ്മി, ഞാൻ തന്റെ ബോസാണ്. ഞാൻ പറയുന്നത് താൻ അനുസരിക്കണം. ആദ്യം തനിക്ക് പോവാം. പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ ഗോ ടു യുവർ ക്ലാസസ്. യെസ് സർ. ബൈ. ഈ മാല എങ്ങനെ ഇവിടെ വന്നു? ഇത് ഞാൻ ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ വെച്ചിരുന്നാണല്ലോ. ഈ പാക്കറ്റിലുള്ളതേ അങ്ങനെ തന്നെ വെച്ചേക്കെ. അത് വേറൊരു ആവശ്യത്തിനുള്ളതാ. ശരി. രവി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വെച്ചിരുന്ന മാല ശ്രീലക്ഷ്മിയുടെ കയ്യിലാണല്ലോ എത്തിച്ചേർന്നത്. ദേവി, നീ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു?
എന്താടോ, തനിക്ക് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നുമില്ലേ? നമ്മൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും ചോദിക്കുന്നില്ലേ? അത് ഏതോ ഫാക്ടറി വിസിറ്റിനോ പ്ലാൻ വിസിറ്റിനോ ആണ് പോകുന്നതെന്നാണ് സർ ഞാൻ കരുതിയിരുന്നത്. അത് കൊള്ളാം. ഓഫീസ് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ പുറപ്പെടുമായിരുന്നു. അതാ ഞാനും ആലോചിച്ചത്. പിന്നെ ആലോചിച്ചു, കരുതി, എന്നിട്ട് ചോദിച്ചില്ല. അതൊന്നൊരു വിഷയമല്ല സർ. സാറിനോടൊപ്പം വരുമ്പോ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? ഇതൊന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളല്ലല്ലോ. അതാരാണെന്ന് നോക്കി. തന്നെ ഇടക്കിടക്ക് വരട്ടാറുള്ള ഭ്രാന്തൻ അത് തന്നെയല്ലേ? അതെ സർ. സാറിനെങ്ങനെ മനസ്സിലായി? അത് പിന്നീടുള്ള ചോദ്യം. ഇപ്പതേ തനിക്ക് വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ച് കാത്തിരിക്കുന്ന പോലെയുണ്ട് അയാളുടെ ഇരിപ്പ് കണ്ട. സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? താൻ പോയി എന്താ പറയാനുള്ളതെന്ന് അയാളോട് ചോദിക്കും. ഗോ. വേണ്ട സർ, നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്ക് ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. ആ, പേടിക്കണ്ട സുലക്ഷ്മി. ഇന്നത്തോടുകൂടി ഈ ഭ്രാന്തം പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം. അയാളോട് നേരിട്ട് സംസാരിച്ചാൽ തനിക്ക് സമാധാനം കിട്ടുള്ളൂ എനിക്ക് തോന്നി. അത് വർക്കൗട്ടായി. അല്ല, തന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പൊ ഉത്തരം കിട്ടിയല്ലോ അല്ലേ? അയാളോട് ചോദിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടണ്ടേ സർ? ഇൻഫാക്ട് ഇനി മേലാൽ സാറിനെ പറ്റി മോശമായിട്ട് സംസാരിക്കരുതെന്ന് എനിക്ക് അയാളോട് പറയണമായിരുന്നു. അത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. സന്തോഷം. എന്നിട്ട് താൻ വരട്ടിയപ്പോ അയാളൊന്നും പറഞ്ഞില്ല എന്നെ പറ്റി? പറഞ്ഞു. സാറിന് അയാളെ ദൈവത്തെ പോലെ കാണുന്നെന്ന്. അതെ സർ, സത്യമായിട്ടും അയാൾക്ക് സാറിനെ പറ്റി നല്ല അഭിപ്രായ. വേറെ ആരോ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സാറിനെ കുറിച്ച് അപവാദം പറയിപ്പിക്കുന്ന ഇതൊക്കെ. My God. You are talking nonsense. ഞാനല്ല സർ, പറഞ്ഞത് അയാളാ. എനിക്ക് മനസ്സിലാത്തത് സാറിന് ഇത്ര വലിയ ശത്രു ആരാണെന്നാ. അതും ഇങ്ങനൊരു ഭ്രാന്തനെ കൊണ്ട് പറയിപ്പിക്കുന്നതില് അയാൾക്ക് എന്താണ് ലാഭം മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്തതിനെയാണ് നോൺസെൻസ് എന്ന് പറയുന്നത്. അല്ല, തനിക്കതൊക്കെ കേട്ടപ്പോ വിഷമമായോ? പിന്നെ ആകാതെ. സാറിനെ ഇഷ്ടപ്പെടാത്ത ഏതോ ഒരാളാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതോ ഒരു വൃത്തികെട്ട മനുഷ്യൻ അല്ലെങ്കിൽ സ്ത്രീ. സാറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന അയാളോട് ഞാൻ ക്ഷമിക്കില്ല. മാത്രല്ല, ഇങ്ങനെയൊക്കെ ദൈവം തന്നെ വന്ന് നേരിട്ട് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. അത്രയ്ക്ക് സാറിന് വിശ്വാസമാണ് എനിക്ക്. ഐ ട്രസ്റ്റ് യു സർ. ഐ ട്രസ്റ്റ് യു അലോട്ട്. വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തനിക്ക് നെക്ലസ് എങ്ങനെ കിട്ടിയ? അത് അമ്മ. അമ്മയോ? ഏയ് അല്ല സർ, അതിന്റെ മറുപടി പറയാൻ എനിക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്.
കിട്ടിയിട്ട് ഞാൻ പറയാം. എന്താ അതുപോലെ സാറിന്? ശരി ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. വാ പോവാം നമുക്ക്. ശരി. സാർ വരുന്നില്ലേ? അമ്മ അച്ഛനൊന്ന് കണ്ടിട്ട് പോവാം സർ. ഇനി ഒരു ദിവസം വരെ ശ്രീലക്ഷ്മി, ഇന്ന് വേറെ ചില ആവശ്യങ്ങളുണ്ട്. ഓക്കെ സർ, എന്നാ പിന്നെ കാണാം. ഞാൻ പോവാ. ബൈ. ശ്രീലക്ഷ്മി, സർ ജസ്റ്റ് ഒന്നുകൂടെ കൺഫേം ചെയ്യാണ്. സത്യമായിട്ടും ആ മാല അമ്മ തന്നെ തന്നാണല്ലേ? സർ, മാല ആര് തന്നെന്നും എപ്പ തന്നെന്നും വീണ്ടും വീണ്ടും ചോദിക്കല്ലേ? സാറെന്താ ഞാൻ കള്ളം പറയാന്ന് കരുതി എന്നെ ടെസ്റ്റ് ചെയ്യൊന്നും അല്ലല്ലോ? ടെസ്റ്റ് ചെയ്യാനോ? അതെ, എനിക്ക് സാറിന് നന്നായി അറിയാം. എല്ലാം അറിഞ്ഞു വച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ ചില സമയത്ത് പെരുമാറുന്ന ആളാ സാറ്. ഇക്കാര്യത്തിലും സാർ അത് തന്നെയല്ലേ ചെയ്യുന്നേ? അമ്മയുടെ കൈവശം ആ നെക്ലസ് കൊടുത്തു വിട്ടിട്ട് അമ്മ വന്നോ, അമ്മയാണോ നിനക്ക് നെക്ലസ് തന്നത് എന്നൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ വെറുതെ കളിപ്പിക്കല്ലേ സർ, പ്ലീസ്. ഹേയ്, നോ നോ നോ, അങ്ങനെയല്ല ശ്രീലക്ഷ്മി. ഒരിക്കലും അമ്മയുടെ കൈകളിൽ ഞാനൊന്നും കൊടുത്തുവിട്ടിട്ടില്ല. മൈ ഗോഡ്, അപ്പൊ സത്യമായിട്ടും സാറല്ലേ അമ്മയെ വീട്ടിലേക്ക് അയച്ചത്? അങ്ങനെയാണെങ്കിൽ അമ്മ തനിയെ വന്ന് സാറ് വാങ്ങിയ നെക്ലസ് തന്നിട്ട് പോന്ന് വെച്ചാ അതെന്താ ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം? താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണ് ശ്രീലക്ഷ്മി. ഞാൻ അമ്മയുടെ കയ്യിൽ തനിക്ക് തരാൻ നെക്ലസ് കൊടുത്തുവിട്ടിട്ടില്ല. ഹലോ ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ് സർ. സീറ്റിൽ വന്ന് അന്വേഷിച്ചപ്പോഴാ സാറ് പോയിന്ന് അറിഞ്ഞത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിനൊരു 1 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണമായിരുന്നു. ചോദിച്ചോളൂ, എന്റെ അറിവിലുള്ളതാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ പഴയ കുറെ ഫയൽസ് എല്ലാം നന്നായി റെഫർ ചെയ്ത് നോക്കി സർ, പക്ഷെ ഒന്നും കിട്ടിയില്ല ഈ നിമിഷം വരെ. എന്ത് കിട്ടിയില്ലാന്ന്? സർ, ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1999-2000 പീരീഡിൽ ഒരു പുതിയ പാറ്റേൺ സാരികളുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് നമ്മുടെ കമ്പനിയില്. അതിൽ ഏകദേശം ഒരു 5000 സാരികള് ഒരു പെർട്ടിക്കുലർ ഫാബ്രിക്കിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ പാറ്റേണിലുള്ള സാരികള് അതിനു മുമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, അതിനുശേഷവും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അതാണ് സ്ട്രേഞ്ച് ആയ കാര്യം. ഓ, ഐ സീ. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാൽ ആ മുഴുവൻ സാരികളും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു എന്നുള്ളത്. പക്ഷെ അതൊന്നും സെയിൽസ് ആയതല്ല, അല്ലാതെയോ പോയിരിക്കുന്നത്. സെയിൽസ് ആകാതെ 5000 സാരി പോയോ? അതെങ്ങനെ സംഭവിച്ചു? അതന്നെയാണ് സർ എനിക്കും അറിയാത്തത്. ഇനി അത് ആർക്കെങ്കിലും ദാനം ചെയ്തോ, അതോ വേസ്റ്റ് ആക്കിയോ, അതോ മറ്റെന്തെങ്കിലും പർപ്പസിന് ഉപയോഗിച്ചോ എന്നൊന്നും ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല നമുക്ക്. സാറിന് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ. അയ്യോ ഇല്ല ശ്രീലക്ഷ്മി, ഇറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. അങ്ങനെയാണെങ്കിൽ സാർ എനിക്ക് തോന്നുന്നു ഇതിന് പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നോ. ഐ ടു തിങ്ക് സോ. ഉണ്ടാകും. യു സി, ആ സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഓഫീസ് കാര്യത്തെ പറ്റിയൊന്നും എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനേ അമ്മയോട് ചോദിക്കാം ഇതിനെപ്പറ്റി. അമ്മയ്ക്ക് അറിയാൻ പറ്റും പല കാര്യങ്ങളും. അപാര മെമ്മറി പവറാ. എന്താ, അമ്മയെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ ഇൻഫർമേഷൻ തന്നാ പോരെ? ഓക്കെ സർ, മതി. ഓക്കെ സർ, താങ്ക് യു. ശ്രീലക്ഷ്മി, തനിക്ക് അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ
മറ്റൊരു ഓപ്ഷൻ ഓഫീസിൽ തന്നെ ഉള്ളത് ചേട്ടായിയോട് ചോദിക്കില്ല. ചേട്ടായിക്കും അറിയാൻ പറ്റും ഇവിടുത്തെ പഴയ കാര്യങ്ങൾ. ശരി സർ, ഞാൻ ചോദിക്കാം. എക്സ്ക്യൂസ് മീ സർ. ആ ശ്രീലക്ഷ്മി വരൂ. സർ. ആ പറയൂ. സർ, 1999-2000 വർഷങ്ങളിൽ ഒരു പുതിയ പാറ്റേൺ ഫാബ്രിക് രാജനന്ദിനിക്ക് വേണ്ടി നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിച്ചിരുന്നു. പിന്നീട് ആ സ്റ്റോക്ക് മുഴുവനും തീർന്നു. പക്ഷെ അതിന്റെ സെയിൽസ് ഡീറ്റെയിൽസ് ഒന്നും ഫയലിൽ കാണുന്നില്ല. താനെന്തിനാ അത്രയും പഴയ ഫയൽസ് ഒക്കെ പരിശോധിക്കുന്നത്? അല്ല, 5-10 വർഷത്തിന് മുമ്പുള്ള ഫയൽസ് പരിശോധിച്ചാൽ മതി. രാജനന്ദിനിക്ക് വേണ്ടി തനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. സർ. ആ നജീബ്. സർ, സാറിന് ഭക്ഷണം കൊണ്ടുവരട്ടെ? ആ കൊണ്ടുവരൂ. താനും കൂടുമല്ലേ, ഒരുമിച്ച് കഴിക്കാം നമുക്ക്. ഊണ് വരുത്തണ്ട സർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനോട് കഴിക്കാതെ. ആണോ? വെരി ഗുഡ്. അപ്പോ എന്താ സ്പെഷ്യൽ? പാവയ്ക്കത്തോരൻ, കൊഞ്ച് തീയൽ, പിന്നെ നെല്ലിക്കാച്ചാറും ഉണ്ട് സർ. ഓ സൂപ്പർ. നജീബിക്ക, എന്റെ ചോറ് പാത്രം എടുത്തോണ്ട് വരുമോ? ഒരു സ്പൂൺ കൂടി എടുത്തോളൂ. ശരി മാഡം, ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ, ഇതെന്ത് പറ്റി? സർ, എന്റെ കൈ മുറിഞ്ഞു. അതാ ഞാൻ സ്പൂൺ കൊണ്ടുവരാൻ. മൈ ഗോഡ്. ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എന്താ പറ്റിയത്? അത് പറയൂ. രാവിലെ ഞാൻ മലക്കറി മുറിച്ചപ്പോ. മലക്കറി മുറിച്ചപ്പോഴോ? അതെ സർ, അപ്പൊ പറ്റിയതാ. മുറിഞ്ഞു കൊറേ രക്തം പോയി. താൻ എന്താ കരുതിയത് ഞാനൊരു വിഡ്ഢിയാണെന്നോ? രവിവർമ്മൻ സാറിന്റെ മുമ്പില് താൻ ആരാണെന്നാ തന്റെ വിചാരം? താൻ കൊണ്ടുവരുന്ന പഴഞ്ചോറും ചമ്മന്തിയും കഴിക്കാൻ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളെ തന്നെ താൻ കണ്ടെത്തി. ഗ്രേറ്റ്. സമ്മതിക്കണം തന്റെ ധൈര്യത്തെ. ബട്ട് ലുക്ക്, സാൻഡ്ര ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ ഭക്ഷണം സാറിനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കില്ല. അത് സാൻഡ്രയുടെ നിശ്ചയമാ, ഒരിക്കലും മാറാത്ത നിശ്ചയം. ഏതിനും നീ രവിയോട് തന്നെ ചോദിക്കും. രവിക്ക് അതറിയാൻ പറ്റൂ ഈ വക രഹസ്യങ്ങളല്ല. ഇപ്പൊ നീ വാ, നമുക്ക് ആഹാരം കഴിക്കാം. ഈ സാന്ദ്ര ഇങ്ങനെ എന്നെ കൊല്ലാക്കൊല ചെയ്യാൻ ഇനി അനുവദിക്കാൻ പാടില്ല. എന്താ അതിനൊരു സൊല്യൂഷൻ? ഒരു കാര്യം ചെയ്താലോ? ബ്രദറിനോ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഒരു CA കാര്യമായിരിക്കണം. അല്ലെങ്കിൽ MCOM എങ്കിലും പാസ്സായാൽ മതി. സാന്ദ്രയെക്കാളും കഴിവുള്ള കുട്ടിയായിരിക്കണമെന്നേ ഉള്ളൂ. അതോടെ എനിക്കുള്ള സാന്ദ്രയുടെ ശല്യം മാറിക്കിട്ടും. ക്ലബിലെ മിനി നായര ഇതിനൊക്കെ എന്നെ സഹായിക്കാൻ പറ്റിയ ആള്. ഇപ്പൊ തന്നെ മിനി ചേച്ചി വിളിച്ചോളെ. ഹലോ മിനി ചേച്ചി, ഒരു സഹായം വേണമല്ലോ. നമ്മുടെ ചേട്ടായി രവിചന്ദ്രവർമ്മന് ഒരു പെണ്ണ് വേണം, ഒരു CA കാരി. നല്ലൊരു പ്രപ്പോസൽ എവിടെ കിട്ടും? ഭയങ്കര ബോറായി പോയി. ഒരു ചെറിയ കള്ളം പോലും നേരെ ചൊവ്വ പറയാനറിയാത്ത ജന്മം.
വലത് കൈ കൊണ്ട് പച്ചക്കറി അരിയുമ്പോ വലത് കൈ തന്നെ മുറിയാറില്ലല്ലോ എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു കളഞ്ഞു. ഭക്ഷണവും കഴിച്ചില്ല, കള്ളം പൊളിയും ചെയ്തു. കഷ്ടം. ഗവർമെന്റ് സാർ എന്ത് വിചാരിക്കുമെന്തോ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും സാറ് പോയി, ഇനിയിപ്പോ എന്തായാലും സമയമുണ്ട്. ഫാക്ടറി വിസിറ്റ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നല്ലേ, അങ്ങോട്ട് പോയാലോ? അതോ ഇനി ഈ ഫയലുകളിൽ തന്നെ വീണ്ടും കുത്തിയിരിക്കണം? അതുകൊണ്ട് സാറ് വഴിക്ക് വല്ലതും പോകുന്നെങ്കിൽ. സോറി, രവിവർമ്മൻ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യും, രവിവർമ്മൻ സാറ് ഫ്രീ ആകുമ്പോ സാറിനോട് തന്നെ ചോദിക്കേ, അതാ നല്ലത്. തൽക്കാലം എന്നോടൊപ്പം വരണ്ട. ഫാക്ടറിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാ. അല്ല, മാഡം ഭക്ഷണം കഴിച്ചില്ലേ? സമയം കഴിഞ്ഞല്ലോ. ചെന്ന് കഴിക്കാൻ നോക്ക്, ഞാൻ പോട്ടെ. സർ, ഒരു മിനിറ്റ്. എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. ഇന്ന് രാമമൂർത്തി സാറും ഇവിടെ ഇല്ല, രഘുവർമ്മൻ സാറിനും അറിയില്ല ക്ലിയർ ചെയ്യാൻ. അതുകൊണ്ടാ ചോദിക്കുന്നത്. 1999, 2000 കാലഘട്ടത്തിൽ ഒരു പെർട്ടിക്കുലർ ഡിസൈനില് നമ്മുടെ കമ്പനി. മാഡം ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലിയറിംഗ് എന്ന് പറയുന്ന ആ ജോലി വേറെ, എന്റെ ജോലി വേറെ. മാഡം എന്തിനാ ആ പഴയ കേസ് ഫയൽ എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നേ? അതങ്ങ് വിട്ടേക്കുന്നേ. അല്ലെങ്കിലും ഈ പഴയ കാലത്തെ ഫയലുകളും അതിലെ കുഴപ്പങ്ങളും കണ്ടുപിടിക്കാൻ ഇറങ്ങിയ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് ഉറപ്പാ. ഉറക്കം പോവും. അതുകൊണ്ട് ഈ അന്വേഷണം അങ്ങ് വിട്ടേക്ക്. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. അതെ, നീ പറഞ്ഞില്ലേ ആ ഗോഡൌൺ കേസ്, അവൻ 20 ലക്ഷം പോരാ, ഇനിയും കൂടുതൽ വേണമെന്നാ പറയുന്നത്. അവരോ നേരിട്ട് പറഞ്ഞോ? നേരിട്ടല്ല, മീഡിയേറ്ററെ വെച്ച്. രവി, നീ ഒന്ന് മോളിയാ മതി. അവൻ പിന്നെ ഈ ഭൂമി തന്നെ ഉണ്ടാവില്ല. പറയൂ, എന്ത് ചെയ്യണം ഞാൻ? കാം ഡൗൺ രാജാറാം. അങ്ങനെ ഓരോരുത്തരെയും അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ അത് നമുക്ക് എന്നെ ചെയ്യാമായിരുന്നു. ഇക്കാര്യത്തിൽ പണത്തിന്റെ കാര്യം ഒരു ഇഷ്യൂ ആക്കണ്ട. എത്രയെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. എത്രയും വേഗം എനിക്ക് ആ തലവേദന ഒഴിവാക്കണം. ഇനി ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് അവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ചോദിക്കുന്ന കാശ് കൊടുക്കാന്ന് പറഞ്ഞ? അല്ല രവി, നമുക്കൊന്നുകൂടി സംസാരിച്ചിട്ട്. നോ, നീ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. പണം എത്രയെന്ന് വെച്ചാൽ കൊടുത്തത് ആ വിഷയം സെറ്റിൽ ചെയ്യും. എന്നിട്ട് ആ കോമ്പൗണ്ടിന് ചുറ്റും ഇലക്ട്രിക് വേലി കെട്ടണം. ഇനി ആരും അതിനകത്ത് പോകാൻ പാടില്ല. അതാണ് ആവശ്യം. അല്ല, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് പോരെ ഇതൊക്കെ? നോ രാജാറാം, നീ പറയുന്നത് കേട്ടാ മതി. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഓക്കെ? ഹലോ, എന്നെയാണോ മാഡം വിളിക്കുന്നത്? ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ സാറിനെ തന്നെയാ വിളിച്ചത്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കിയതാ. ഞാനിന്ന് ഫുൾ ടയർഡായി. ടുഡേ ഐ ആം ബോർഡ് ഓഫ് മീറ്റിംഗ്സ്, സ്പീച്ചസ്, ട്രാവൽ. ഓ മൈ ഗോഡ്, ഐ ആം ഫെഡ് അപ്പ്. അയ്യോ സർ, എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാറുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? റെസ്റ്റ് ഒക്കെ ഇനി ഇതേ മേലിലോട്ട് പോയതിനു ശേഷം മാത്രം. ഫുൾ റെസ്റ്റ്. സാർ, എന്തിനു സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാറിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞല്ലോ. താൻ സീരിയസ് ആക്കണ്ട. സീരിയസ് ആക്കും.
ഞാൻ ഇത്രയും സമയം സാറിനെ കാത്തിരുന്നത് ഇത് കേൾക്കാനല്ല. ഇനി സാർ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. മറ്റുള്ളവരോടൊക്കെ പോസിറ്റീവായി സംസാരിച്ചിട്ട് ഇപ്പൊ എന്റെ മുമ്പിൽ മാത്രം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. ഓക്കെ 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 ഓക്കെ, ഞാനത് പിൻവലിച്ചിരിക്കുന്നു. ഐ ആം സോറി. ഇനി ആ വിഷയം വിടാം നമുക്ക്. അല്ല, കയ്യിലെ മുറിവിപ്പ് എങ്ങനെയുണ്ട് പറഞ്ഞില്ല? ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു. ആണോ? ഇത്ര പെട്ടെന്ന്? സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഒരു സൂപ്പർ ഫാസ്റ്റും ഇല്ല. ദേ, മുറിവ് ഉണങ്ങിയിട്ടില്ല ഇതുവരെ. ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും ബാൻഡേജ് ആയിട്ടുണ്ട് വരും. അല്ലെങ്കിൽ ഇത് പഴുത്തും വ്രണമാകുമെന്ന് ഉറപ്പാ. എവിടെ കഴിഞ്ഞിട്ടേ ഞാൻ കെട്ടിത്തരാം. ഇത് കേട്ടാ തോന്നുമല്ലോ മായച്ച് നഴ്സ് പണിയൊന്നും കിട്ടാത്തോണ്ട് കല്യാണ ബ്രോക്കർ പണി തുടങ്ങിയെന്ന്. തുടങ്ങുന്നെങ്കിൽ തുടങ്ങട്ടെടി. അതത്ര കുറച്ചിലുള്ള ജോലിയൊന്നും അല്ലല്ലോ. ഇപ്പൊ കല്യാണ ബ്രോക്കർ പണി, ഫോട്ടോ എടുക്കല്, വീഡിയോ എടുക്കലെന്നൊക്കെ പറഞ്ഞോ ലക്ഷങ്ങളുടെ ബിസിനസ്സാ. നീ അങ്ങനെ വല്ലതുകൊണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കിയോ മായേ, നമുക്ക് ആലോചിക്കാം. അതുമാത്രമല്ല, എല്ലാ പത്രങ്ങളിലെയും മോൾക്ക് പറ്റിയ മെട്രിമോണിയൽ പരസ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വെട്ടിയെടുത്ത് വെക്കണം. അതെന്തിനാ വെട്ടിയെടുക്കുന്നേ? അതിലെ നമ്പർ നോക്കിട്ട് വിളിച്ചാ പോരെ, അപ്പൊ ഉറപ്പിക്കാലോ കാര്യങ്ങള്. എടി എടിപിടിന്ന് വിളിക്കാനും ഉറപ്പിക്കാനും ഒക്കെ ഇത് കാര്യക്കച്ചവടമൊന്നുമല്ലല്ലോ. മോളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട ഒരാളെയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അത് 1-2 ദിവസം കഴിഞ്ഞ് സൗകര്യം പോലെ വിളിച്ചാ മതി. 1-2 ദിവസം എന്ന് പറഞ്ഞ് ഗണപതിയുടെ കല്യാണം പോലെ നീട്ടിക്കൊണ്ടു പോകാതിരുന്നാ മതി. എനിക്കത്രേ പറയാനുള്ളൂ. എന്റെ ദൈവമേ, ഇവിടെ കരിനാക്ക് വിളിച്ച് പറയണുണ്ടോ? നീ നോക്കിക്കോടി മാറന്ന്.